ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമുക്ക് പാദവാർഷിക പരീക്ഷ 5ാം ക്ലാസ്സിൻ്റെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. നമുക്ക് 5 പാഠഭാഗങ്ങളാണ് എക്സാമിന് വരുന്നത്, അൽ ജിന്നു വശൈത്താൻ വരെ. അപ്പോൾ അതുവരെയുള്ള ഒരു റിവിഷനും കൂടിയാണ്. എല്ലാവരും ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. എന്താണ് യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ശൈത്താന്മാർ എന്ന് പോയി നമ്മളവിടെ എഴുതാം. പക്ഷേ നമുക്ക് ഇവിടെ അടുത്ത 5ാമത്തെ ചോദ്യമായിട്ട് വരുന്നുണ്ട്. ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞവർ, അവർ ആണ് ശൈത്താന്മാർ. അപ്പോൾ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ ജിന്നുകളാണ്, അവരിൽ നിന്ന് വഴി പിഴച്ചവരാണ് ശൈത്താന്മാർ. അപ്പോൾ അവർ തീ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടവർ. അപ്പോൾ നമുക്കിവിടെ എന്താണ് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ എന്നുള്ളത് ജിന്നുകൾ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഒന്നെങ്കിൽ ചോദ്യം മാറിയതായിരിക്കും. മലക്കുകൾ എന്നത് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ എന്നുള്ളതിന് ചോദ്യം മാറിയതായിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ തന്നത് മാറിയതായിരിക്കും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ എന്നുള്ളത് ജിന്നുകൾ എന്ന് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. ഇനി അടുത്തതാ, അപ്പോൾ ഇവിടെയൊക്കെ എഴുതുകയാണ് നിങ്ങൾ എക്സാമിന് വേണ്ടത്. അപ്പോൾ ഞാൻ ഒക്കെ എഴുതി കാണിക്കലൊക്കെ നമുക്ക് ഒരുപാട് സമയമാണ്. അപ്പോൾ മറ്റു ക്ലാസ്സുകളുടെ വീഡിയോസൊക്കെ ചെയ്യുന്നത് കാരണം നമുക്ക് സമയം കുറവാണ്. ഓൺലൈൻ ട്യൂഷനുണ്ട്, ഒക്കെ പ്രശ്നമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ എന്നെ കഴിയുന്ന വിധം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാണ്. എല്ലാവരും ഉപകാരപ്പെടുത്താം. റിദ്ദ സംഭവിച്ചയാളാണ്. ആരാണ് റിദ്ദ സംഭവിച്ചയാൾ? മുർത്തദ്ദാണ്. റിദ്ദ സംഭവിച്ചയാളാണ് മുർത്തദ്. 2. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മുർത്തദ് ആരാണെന്ന് വെച്ചാൽ ആൻസറായിട്ട് മനസ്സിലാക്കും വേണം. റിദ്ദ സംഭവിച്ചയാളാണ് മുർത്തദ് കേട്ടോ. അടുത്തത് ദുർമാർഗികളെ എന്താണ് അനുകരിക്കരുത്. ദുർമാർഗികളെ അനുകരിക്കരുത് 3ാമത്തത് കേട്ടോ. ഇനിയാ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കൽ. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കലാണ് എന്ത്? ഉന്നത ഇഖ്ലാസ്. 4ാമത്തത് ഉന്നത ഇഖ്ലാസ് ആണ് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കൽ. ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞവർ, ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞവരാണ് അത് ശൈത്താന്മാർ. ശൈത്താന്മാർ. അപ്പോൾ നമുക്ക് അതാണ് 5ാമത്തതിൻ്റെ ഓപ്ഷൻ വേണ്ടത്. ശൈത്താന്മാർ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ എന്നാണ്. നമുക്കതിവിടെ ഓപ്ഷനിലില്ല. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രിൻറ്റിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ എന്ന് ഞാൻ ശൈത്താന്മാർ എന്ന് ഫസ്റ്റ് ഏർപ്പെടുത്തിയത്. അപ്പോൾ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ ജിന്നുകളാണ്. അതിവിടെ ഓപ്ഷനിൽ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, ജിന്നുകൾ എന്ന് ഇവിടെ എഴുതി കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഇതിലില്ലാത്തത് കാരണം നിങ്ങൾ ജിന്നുകൾ എന്ന് എഴുതണം. അല്ലെങ്കിൽ ഇവിടെ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ എന്ന് വേണ്ടിയിരുന്നു, മലക്കുകൾ. ഓക്കെ. അപ്പോൾ ഇവിടെ ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞവരാണ് ശൈത്താന്മാർ. അപ്പോൾ അതിൻ്റെ നമ്പർ നമുക്കിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ ജിന്നുകളാണ്. ഇനി അടുത്തത് പൂരിപ്പിക്കാനാണ്. 1. നീ എവിടെയായാലും അള്ളാഹുവിനെ ഡാഷ് എന്താണ് പൂർത്തിയാക്കി കൊടുക്കണം. എന്താണ്? നീ എവിടെയായാലും അള്ളാഹുവിനെ ഭയപ്പെടുക. ഒരു തെറ്റു സംഭവിച്ചാൽ ഉടനെ നല്ല പ്രവൃത്തി ചെയ്യുക. അത് പാപത്തെ മായ്ച്ചു കളയും. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നീ എവിടെയായാലും അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് ചേർക്കാം. ഇനിയാ സഹലബിന് ഹൻലലിയ എന്നു പേരുള്ള ഒരു സഹാബി ഡാഷ് ജീവിച്ചിരുന്നു. എന്താണ്? ഡമസ്കസിൽ. സഹലബിന് ഹൻലലിയ എന്നു പേരുള്ള ഒരു സഹാബി ഡമസ്കസിൽ ജീവിച്ചിരുന്നു. മുർത്തദ്ദായാൽ അതുവരെ ചെയ്ത എല്ലാ നന്മകളുടെയും പ്രതിഫലം നഷ്ടപ്പെടും. മുർത്തദ്ദായാൽ അതുവരെയുള്ള എല്ലാ നന്മകളുടെയും പ്രതിഫലം നഷ്ടപ്പെടും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവന് ശാശ്വതമായ നരകത്തിൽ വസിക്കുകയും ചെയ്യും. അവൻ്റെ മേൽ മയ്യിത്ത് നിസ്കരിക്കുകയോ മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യുകയോ ഇല്ല. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിന്നുകളിലേക്ക് കൂടിയുള്ള പ്രവാചകരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിന്നുകളിലേക്ക് കൂടിയുള്ള പ്രവാചകരാണ്. അഹ്ലിസ് വദാഅൻ ലാ തുരീദ ബിതോഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽകില. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ ഇതുപോലെ എന്തായാലും വരും, മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഇനി എന്താണ്? ഉത്തരം എഴുതാനാണ്. പിശാചുക്കളിൽ ഏറ്റവും വലിയ ധിക്കാരി ആരായിരുന്നു? ഇബ്ലീസ് ആയിരുന്നു.
ഇബിലീസാണ് പിശാചുക്കളിൽ ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയും. അപ്പോൾ അതുപോലെ പിശാചുക്കളിൽ ഏറ്റവും വലിയ നിഷേധി ആരാന്ന് ചോദ്യം വരും. അപ്പോൾ ഇബിലീസാണ്. ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ഈ ശൈത്താന്മാർ, പിശാചുക്കൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കണം കേട്ടോ. ഇനി കുഫ്രിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ഏതാണ്? കുഫ്രിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് റിദ്ദയാണ്. ഗുരുതരമായത് റിദ്ദയാണ്. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശപിച്ച വേഷവിധാനം ഏതാണ്? പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. ഇനിയാ ഒരു തെറ്റ് സംഭവിച്ചാൽ നാം ഉടനെ എന്ത് ചെയ്യണം? ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടനെ നല്ല പ്രവൃത്തി ചെയ്യുക. ദാരിദ്ര്യം വരാതിരിക്കാൻ എല്ലാ ദിവസവും രാത്രി ഓതേണ്ട സൂറത്ത് ഏതായിരുന്നു? സൂറത്തുൽ വാഖിയ. രാത്രി എല്ലാ ദിവസവും രാത്രി ഓതേണ്ടത് സൂറത്തുൽ വാഖിയാണ് കേട്ടോ. ഇനി എന്താണ്? ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. മനുഷ്യരെ പോലെ മതനിയമങ്ങൾ ജിന്നുകൾക്കും ബാധകമാണ്. ശരിയാണല്ലേ? ശരി അടയാളപ്പെടുത്താം. അടുത്തതാ, പുരുഷന് പട്ട് സ്വർണം എന്നിവ ധരിക്കരുത്. അതോ ശരിയാണ്, പുരുഷന് പട്ടും സ്വർണവും ധരിക്കരുത്. ഇനിയാ മുർത്തദായവന് ഉടനെ ഇസ്ലാമിലേക്ക് മടങ്ങൽ നിർബന്ധമില്ല. തെറ്റാണ്. മുർത്തദായവൻ ഉടനെ ഇസ്ലാമിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. അപ്പോൾ അത് നിർബന്ധമില്ല എന്നുള്ളത് തെറ്റാണ് കേട്ടോ. ഇനി നമ്മുടെ പഠന ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതി ആയിരിക്കണം. നമ്മുടെ പഠന ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയെ മാത്രമായിരിക്കണം. അത് ശരിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ച പോയിന്റുകളൊക്കെ വരാം. ജിന്നുകൾ വിവാഹം ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് ശരി അടയാളപ്പെടുത്താം അല്ലേ? തെറ്റായിട്ട് വരും. ജിന്നുകൾ വിവാഹം ചെയ്യാറില്ല, അപ്പോൾ നമുക്ക് തെറ്റ് ചെയ്യണം അല്ലേ? ജിന്നുകൾക്ക് നമ്മെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാലോ അത് തെറ്റാണ്. ജിന്നുകൾക്ക് നമ്മളെ കാണാൻ കഴിയും, അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അപ്പോഴാണ് ഇതുപോലെ വന്ന് നമുക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അടുത്തത് 2 വീതം എഴുതണം. രിദ്ദത്തിൻ്റെ കാരണങ്ങൾ 2 എഴുതണം. എന്താണ്? അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിഷേധിക്കുക, അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യുക. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതൊന്ന് 2 എഴുതി കൊടുക്കാം. ഇനിയോ വേഷവിധാനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വൃത്തിയുള്ളതാവണം. ദുർമാർഗികളെ അനുകരിക്കരുത്. സ്ത്രീ തലമുടി മറയ്ക്കണം, ഔറത്ത് മറയ്ക്കണം. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അടുത്തത് തഖ്വ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കല്, അള്ളാഹുവിൽ നിന്ന് ഇൽമ് ലഭിക്കല്, പ്രയാസങ്ങൾ നീങ്ങല്, പാപമോചനം നേടല്, നരകമോചനം നേടല്, സ്വർഗപ്രവേശനം ലഭിക്കല്. ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 എഴുതി കൊടുക്കാം. ഇനിയാ ജിന്നുകളുടെ സവിശേഷതകൾ. തീ കൊണ്ടാണ് അള്ളാഹു ജിന്നുകളെ സൃഷ്ടിച്ചത്. അവർ ഭക്ഷണം കഴിക്കും, അവർ നമ്മെ കാണും, അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകും, അവർ വിവാഹം ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ പഠിച്ച പോയിന്റുകളിൽ നിന്ന് 2 എഴുതാം. ഇനി വ്യക്തമാക്കാനാണ് എന്താണ് രിദ്ദ. പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീയത്തുകൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് രിദ്ദ എന്ന് പറയുന്നത്. രിദ്ദത്തിൻ്റെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തഖ്വ. എന്താണ് തഖ്വ? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുകയും നിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യലാണ് തഖ്വ. അടുത്തത് ഇഖ്ലാസ്. എന്താണ് ഇഖ്ലാസ്? എന്താണ്? നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. 40 ദിവസം ഇഖ്ലാസോട് കൂടി അമലുകൾ ചെയ്താൽ ഹിക്മത്തുകളുടെ അരുവികളെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് നാവിലേക്ക് അള്ളാഹു വെളിവാക്കി കൊടുക്കുമെന്ന് ഹദീസിലുണ്ട്. അതൊക്കെ ഓർക്കണം കേട്ടോ. ഇനി 3-ാം സ്ഥാനത്തുള്ള ഇഖ്ലാസ്. എന്താണ് 3-ാം സ്ഥാനത്തുള്ള ഇഖ്ലാസ്?
അപ്പം നമുക്ക് ഒന്നാം സ്ഥാനത്തുള്ളത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക എന്നതാണ് ഉന്നത സ്ഥാനത്ത്, അതാണ് ഒന്നാം സ്ഥാനത്ത്. പിന്നെ അള്ളാഹുവിൻ്റെ പ്രതിഫലവും ശിക്ഷയിൽ നിന്നുള്ള മോചനം ആഗ്രഹിച്ചു കൊണ്ടുള്ള ഇബാദത്താണ് രണ്ടാം സ്ഥാനത്തുള്ള ഇഖ്ലാസ്. മൂന്നാം സ്ഥാനത്ത് എന്താണ്? ദുനിയാവിൽ ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകണമെന്ന ലക്ഷ്യത്തോടെ സൽക്കർമ്മം ചെയ്യലാണ് മൂന്നാം സ്ഥാനത്തുള്ള ഇഖ്ലാസ്. ദുനിയാവിൽ ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകണമെന്ന ലക്ഷ്യത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്യൽ. അതായത് എനിക്ക് കൂടുതൽ സമ്പത്തുണ്ടാവണം, എനിക്ക് വലിയ വീടുണ്ടാകണം, മറ്റുള്ളവരെക്കാൾ ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്യലാണ് മൂന്നാം സ്ഥാനത്തുള്ള ഇഖ്ലാസ്. അതിൽ പെട്ടതാണെന്ത്? ദാരിദ്ര്യം വരാതിരിക്കാൻ എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിയ ഓതൽ. ദാരിദ്ര്യം വരാതിരിക്കാൻ എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ ഓതൽ. അതിൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമായിരിക്കണം, അല്ലാതെ ദുനിയാവിൽ ജനങ്ങളെ തൊട്ട് ഐശ്വര്യവാനാകണമെന്ന ലക്ഷ്യത്തോടെ ആവരുത്. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി ക്രമത്തിലാക്കാനാണ്. എന്താണിത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. എന്താണ്? തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദത്തിൻ വത്തിബാഉ അഹ്വർ റഅസു ശർരിഹ ബാഇല. അത് ഓർഡർ തെറ്റിച്ച് തന്നതാണ് അല്ലേ? അപ്പം നമ്മളത് ശരിയാക്കി മനസ്സിലാക്കിയാലാണ് നമുക്കത് ഓർഡർ ശരിയാക്കി എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ തഖ്വൽ ഇലാഹി 2, മദാറു കുല്ലി 3, 4, സാദത്തിൻ 5, അങ്ങനെ എന്നിട്ട് ശരിയാക്കി എഴുതി കിടക്കണം ചെയ്യണം. പിന്നെ വത്തിബാഉ 1, വത്തിബാഉ അഹ്വർ റഅസ, അഹ്വ 2, റഅസു 3, ശരി 4, ഹിബാഇല എന്നാണ് ഇതിൽ വന്നത്. നമുക്ക് പാഠത്തിൽ ഹബാഇല എന്നാണ്, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 5. അപ്പോൾ അത് അങ്ങനെ ഓർഡർ ആക്കി കൊടുക്കാൻ കഴിയണം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹിസ് വദാഅൻ അതും അതുപോലെ ഓർഡർ തെറ്റിച്ച് തന്നാൽ നമുക്ക് ശരിയാക്കി കൊടുക്കാൻ കഴിയണം. ഇനി പൂരിപ്പിച്ച ആശയം എഴുതാനാണ്. ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. നിശ്ചയം പിശാച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. നിശ്ചയം പിശാച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. തൗഫനി മുസ്ലിമം വാൽഹിക്കിനി ബിസ്സാലിഹീൻ. അതുപോലെ പൂർത്തിയാക്കി കൊടുക്കാൻ ഇടവില് വിട്ടിട്ട് തരാം. അതിൻ്റെ സാറ് എഴുതാൻ പറയും, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ. നാം എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. എന്ത് എന്ന് ചോദിച്ചാലും ഇതാണ് ആൻസർ. അമാ ഹലക്തൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്തായിരുന്നു ആശയം? ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അടുത്തത് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ആരാധന കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആരാധന കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇതുപോലെ പിന്നെയും വരാം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിശ്ചയം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ ഏറ്റവും തഖ്വ ഉള്ളവരാണ്. ഓർഡർ ശരിയാക്കി കൊടുക്കാനും വരും ഇതുപോലുള്ളത്. ഹൈസുമാ കുന്ത വത്തബി സയ്യിഅത്തൽ ഹസനത തംഹുഹ വഹാലിക്കിന്നാസ ബിഹുൽക്കി ഹസനിൻ. നീ എവിടെയായാലും അള്ളാഹുവിനെ ഭയപ്പെടുക. ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടനെ നല്ല പ്രവൃത്തി ചെയ്യുക. അത് പാപത്തെ മായ്ച്ചു കളയും. മനുഷ്യരോട് നല്ല സ്വഭാവത്തോടെ നീ പെരുമാറുക. അതൊക്കെ ഓർഡർ തെറ്റിച്ച് തന്നാൽ നമുക്ക് ശരിയാക്കി കൊടുക്കാൻ കഴിയണം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. വിട്ട ഭാഗം പൂർത്തിയാക്കി കൊടുക്കാനും ഓർഡർ തെറ്റിച്ച് ശരിയാക്കാനും ആശയം എഴുതാനും വരും. അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാണ്. ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. നിശ്ചയം പിശാച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. നിശ്ചയം പിശാച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ കാണുകയാണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.